என்னங்க ஏலமலை வந்தாச்சா? ஏலமலை இல்லைங்க, கிட்டத்தட்ட 1.5 மணி நேரம் ஆகும். உங்களை எங்கேயோ பார்த்த மாதிரி இருக்க. என்னையா? ஆமா. இல்ல, நானா இருக்காது. இல்ல, நீங்க தான். பிறந்ததுல இருந்து இன்னைக்கு தான் முதலா வீட்டுல இருந்து வெளியில வந்திருக்கு நானு. அப்படியா? ஆமா. என்ன வேலை பாக்குறீங்க? எல்லா வேலையும் பார்த்தாச்சு, விட்டாச்சு. எல்லா வேலைன்னா? எல்லா வேலையும் தான். என்னங்க திருப்பி திருப்பி அதே தான் சொல்றீங்க? ஒரு வேலைன்னு கிடையாதா? முதல்ல MBBS படிச்சு டாக்டர் ஆயிட்டேன். அதுக்கப்புறம் இன்ஜினியரிங் படிச்சு டாக்டர் ஆயிட்டேன். அதுக்கப்புறம் இன்ஜினியரிங் கோஆபரேட்டிவ் ட்ரைனிங் കഴിച്ച് டாக்டர் ஆயிட்டேன். அதுக்கப்புறம் நாகாலாண்டில் கம்பவுண்டரா வேலை பார்த்தேன். அதுக்கப்புறம் மறுபடியும் இங்க டாக்டரா. அப்படியா? ഇവിടെ ഇനി നീ വരില്ലെന്ന് വാക്ക് പറഞ്ഞല്ലേ? വരേണ്ടി വന്നു. എനിക്കൊരു 10,000 രൂപ കൂടെ കിട്ടിയേ പറ്റൂ. എന്റെ അടുത്ത് ഒരു ചില്ലി കാശില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കട ഒഴിപ്പിച്ച് കിട്ടാൻ നിനക്ക് ഞാൻ 5,000 തരാന്ന് പറഞ്ഞു. എന്നിട്ടോ നീ എന്റെ കയ്യിൽ നിന്ന് 25,000 പിടിച്ചു വാങ്ങിയില്ലേ? അതൊക്കെ ശരി തന്നെ. എനിക്കിപ്പോ 10,000 രൂപ കിട്ടിയേ പറ്റൂ. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? ഇറങ്ങി പോടാ. മര്യാദയ്ക്ക് സംസാരിക്കണം. തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ എടുത്തോളാം. അതിൽ കാണുമല്ലേ? തുടരുത്. അയ്യോ കള്ളൻ കള്ളൻ അയ്യോ കള്ളൻ പിടിച്ചോണേ അവനെ പിടിച്ചോണേ കള്ളൻ പിടിച്ചോണേ
കുത്തിയതാണോ? കുഴപ്പമില്ല, മരിക്കാൻ മാത്രമുള്ള മുറിവില്ല. അങ്ങനല്ല, ഞാനൊരു ഡോക്ടറാണ്. മനസ്സിലായി. വേണ്ട ഡോക്ടർ, ഈ പണം എത്രയും വേഗം പിഷാരടി മാഷിന്റെ വീട്ടിൽ എത്തിച്ചാൽ മതിയായിരുന്നു. അയാളുടെ മകൻ ബോംബെ നയിച്ചതാ. ഒരാഴ്ചയായി മണി ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ പണമാണ് ആ പെരുങ്കള്ളം തട്ടിപ്പറിക്കാൻ നോക്കിയത്. നാളെ അയാളുടെ മകളുടെ വിവാഹമാ. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. എനിക്ക് വയ്യ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കുവോ? ആദ്യം നമുക്ക് ആശുപത്രി പോകാം. എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാള് പോരെ? അത് ശരിയാ, ഡോക്ടർ ഇയാൾ ആശുപത്രിയിൽ എത്തിക്കൂ. പണം ഞാൻ എത്തിക്കാം. മേൽവിലാസം ഞാൻ പറഞ്ഞുതരാം. KN പിഷാരടി, KN ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. ഓക്കെ. KN പിഷാരടി, KN ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളി. ടവലൊന്ന് വിരിച്ചേ. ആ. ആ. ഭദ്രമായിട്ട് സൂക്ഷിച്ചോണേ. ശരി. വയ്ക്കൂ. നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണല്ലോ. പോകുന്ന വഴിക്ക് കള്ളം സംഘം ചേർന്ന് നിങ്ങളെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും? കാശ് മുഴുവൻ പോയില്ലേ? കാശ് ഇങ്ങോട്ട് നിങ്ങളുടെ കാശുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ വെക്കണം. ആരും കാണാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ഓക്കെ. ആ ഉണ്ടെന്നേ. അങ്ങനെ പോയിക്കോളൂ. അയ്യോ